ഒരു കാര്യം പറയാം, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതും ആൾക്കാരെ പേടിപ്പിക്കുന്നതും ഒക്കെ അതിനുള്ള കാലം കഴിഞ്ഞിന്ന്. അതൊന്നും അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്നും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്നുള്ളത്. പിന്നെ ഇന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഒരാൾക്കും ഒരാളെയും എന്തെങ്കിലും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഇരുട്ടിന്റെ പുറത്ത് ബോംബെറിയാനും പറ്റും, ചിലപ്പോൾ ഒറ്റക്ക് പോകുമ്പോൾ ചിലപ്പോൾ വെട്ടിക്കൊല്ലാനോ അതൊക്കെ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. പ്രിയമുള്ളവരാ, കഴിഞ്ഞ ദിവസം കണ്ണൂർ വെച്ച് ആരോഗ്യമന്ത്രിക്ക് പിന്നെ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുന്നു. അതായത്, ഇന്ന് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അപജയം, ഒരുപാട് വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതികരണമാണ് KSUവിൽ നിന്നും ഉണ്ടായത്. താറുമാറായ ആരോഗ്യ മേഖലയെ പ്രതിനിധീകരിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമാണ് മന്ത്രിക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കൽ. മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതും ഒരു പറ്റം പോലീസുമായി, അല്ലെങ്കിൽ ഒരു 10, 15, 10, 20 വരെ പോലീസ് ഉണ്ടാകുന്ന പോലീസ് സംരക്ഷണത്തിൽ തന്നെയാണ് മന്ത്രി വന്ന് ഇറങ്ങുന്നതും റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. അങ്ങനെ കണ്ട് ആ സമയത്താണ് പെടുന്നതിനെ KSU പ്രവർത്തകർ വരുന്നതും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നതും. ആ സംഭവം കഴിഞ്ഞ് മന്ത്രി കൃത്യമായി നടന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയോ ഒരു പരിഭവം ഇല്ലാതെ മന്ത്രി നടന്നു പോകുന്നു, ചിരിക്കുന്നതൊക്കെ നമുക്കൊക്കെ വിഷ്വലിൽ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് മന്ത്രിക്ക് ചങ്കിന് വേദന വന്നതും ഈ ഒരു സീന് തന്നെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയതും. ഇതൊക്കെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഓക്കെ, എല്ലാം സംഭവിച്ചു. ഇത്രയൊക്കെ പത്രക്കാരെ മുന്നിലാണ് റെയിൽവേയിൽ ഫുള്ള് CCTVയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഫുൾ റെക്കോർഡാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും CPMന്റെ നേതാവ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മന്ത്രിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി. അതുപോലെ തന്നെ വഷളൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജനും പറഞ്ഞത്. എനിക്ക് അതിശയം തോന്നിയതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് സ്വാഭാവികം ഇങ്ങനെ ഉണ്ടായി, ചില സീനൊക്കെ ഉണ്ടായി. ഈ ഒരു നേതാക്കന്മാർക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ പറ്റുന്നതാണ് ഞാൻ ചിന്തിക്കുന്നുള്ളത്. ഒരു ഗോവിന്ദ മാഷിനെ പോലത്തെ ഒരു പാർട്ടി സെക്രട്ടറിക്ക് മന്ത്രിയെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നെങ്കിൽ എന്താണ് ഈ മാഷിനെ കുറിച്ച് നമ്മൾ പറയലെന്നാണ് എനിക്കൊരു അതിശയവും ഒരു ഇതായി തോന്നുന്നത്. അവർക്കൊരു ബോധ്യമില്ലേ, ജനങ്ങളൊക്കെ ഇത് കാണും, അപ്പൊ ആൾക്കാർ വിലയിരുത്തും. ഇങ്ങനൊക്കെ സീനൊക്കെ ഉണ്ടായാൽ ആൾക്കാർ വിലയിരുത്തും. ഇത് നമുക്ക് ഇങ്ങനൊക്കെ ആൾക്കാരെ ഈ മുമ്പത്തെ പോലെ ഒന്നും അല്ലല്ലോ. കാരണം എല്ലാം അപ്ഡേറ്റഡ് ആണ്, എല്ലാം ക്യാമറ കണ്ണുകൾ കൊണ്ട് മൊത്തം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ഇത് ജനങ്ങൾ കാണും, അവർ നമ്മളെ വിലയിരുത്തുന്ന ഒരു തോന്നൽ അവർക്കില്ലേ. എനിക്ക് ഭയങ്കര ഒരു അതിശയോക്തിയും അവരോട് എന്ത് പറയണമെന്ന് തന്നെ നമുക്കറിയില്ല. ജനങ്ങൾ മൊത്തം എല്ലാം കൊണ്ട് കാണുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തില് അല്ലെങ്കിൽ ഇങ്ങനെ പറയലെന്ത്, അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയാം. ഓക്കെ, പോട്ടെ, അങ്ങനെയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് അവർ പറഞ്ഞതും മൊത്തത്തിൽ ഫ്ലോപ്പായി. ഈ പ്രവർത്തകർ മന്ത്രിയുമായിട്ട് ഈ 4 അയത്ത് പോലും ഇല്ല. എത്രയോ ദൂരത്താണ് മന്ത്രിയും ഈ പ്രതിഷേധിച്ച പ്രവർത്തകരായിട്ടും ഉള്ളത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്നിട്ട് ഇവരെ വക ഒരു എന്തൊക്കെയോ ചെയ്ത് മന്ത്രിയെ കറുത്ത കൊടി കാണിക്കുന്നു, അല്ലെങ്കിൽ മന്ത്രിയുടെ ചങ്കിലേക്ക് കൊള്ളുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോ പുറത്തുവിട്ട് അതും ചീറ്റിപ്പോയി. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നില്ല. ഒന്നേ പറയാനുള്ളൂ, നമുക്കൊക്കെ CPM പ്രവർത്തകരല്ലെങ്കിലും CPM കേരളത്തിൽ നിലനിന്ന് പോകണം. ത്രിപുരയിലും ബംഗാളിലും ഒക്കെയാണ് കൃത്യമായിട്ട് CPMന് ബദലായിട്ടാണ് അവിടെ BJP വന്നിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൽ CPMന്റെ സ്ഥാനം CPM തന്നെ കീപ്പ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. CPM നശിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ CPM നശിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നേതാക്കന്മാരൊക്കെ സ്റ്റേറ്റ്മെന്റും ഇതൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരുന്നു.
ഒരുപക്ഷെ ഇത് ചിലപ്പോൾ നിങ്ങളെ തിരക്കതായിരിക്കാം. പിന്നെ സ്പീക്കർ വിളിക്കുന്നു, മുഖ്യമന്ത്രി സംസാരിക്കും, അതിനുശേഷമാണ് സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുറച്ച് പ്രവർത്തകരെ നിങ്ങൾക്ക് ജയിലടക്കാൻ പറ്റി. പിന്നെ കുറച്ച് വീടുകളൊക്കെ പിന്നെ ബോംബെറിയാനും പിന്നെ ഭീഷണിപ്പെടുത്താനൊക്കെ പറ്റി. ഒരു കാര്യം പറയാം, നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതും പിന്നെ ആൾക്കാരെ പേടിപ്പിക്കുന്നതൊക്കെ അതിനുള്ള കാലം കഴിഞ്ഞിന്ന്. അതൊന്നും അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്നും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്നുള്ളത്. പിന്നെ ഇന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഒരാളെയും എന്തായാലും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഇരുട്ടിന്റെ പുറത്ത് ബോംബ് എറിയാനും പറ്റും, ചിലപ്പോൾ ഒറ്റക്ക് പോകുമ്പോൾ ചിലപ്പോൾ വെട്ടിക്കൊല്ലാനോ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. ഉം. പോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചോ, ഇതൊക്കെ ചെയ്ത് പിന്നെ അവർ ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ കണ്ണ് കൊണ്ട പോലീസ് ഉണ്ടല്ല, ഈ പോലീസ് ഏമാന്മാർ പിന്നെ വധശ്രമത്തിന് കേസെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ അപ്പോ ഒരു എന്തെന്ന് പറയാ, ഇതിനൊന്നൊരു ലോജിക്ക് ഇല്ലേ? കണ്ടതല്ലേ, പോലീസിന്റെ കണ്ണിന് മുന്നിലായി പ്രതിഷേധിച്ചതൊക്കെ. ഇതിനൊക്കെ വധശ്രമത്തിന് കേസ് എടുത്താൽ എന്താ അവസ്ഥ? കേരളത്തിന്റെ അവസ്ഥ എന്ത്? ഇങ്ങനെ ഇതിനൊക്കെ കേസ് എടുത്തിട്ട് ചെയ്താല് പിന്നെ ഇവിടുത്തെ പ്രതിഷേധിക്കാന്ന് കഴിയല്ലേ? അപ്പോ ആ ഒരാള് നമ്മൊരു പിന്നെ ഒരു വിഷയത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായാലേ പിന്നെ വധശ്രമത്തിന് കേസ് എടുക്കല്ല, അതിന് ഉറപ്പായിട്ടും പിന്നെ ഇതിന് ഭരണം മാറും. മെയ് മാസത്തിൽ പുതിയ ഭരണസമിതി വരും, UDF വരും. UDF വന്നാൽ നിങ്ങൾ പ്രതിഷേധിക്കുകയല്ലേ, നിങ്ങൾ കരിങ്കൊടി കാണിക്കുകയല്ലേ, എല്ലാം ചെയ്യുമല്ലോ. ഇവരൊക്കെ പിന്നെ ആ പ്രവർത്തകരെ പിന്നെ നമ്മൾ കേസ് എടുത്തിട്ട് വീണ്ടും അവരെ വധശ്രമത്തിന് കേസ് എടുത്തിട്ട് ഉള്ളിലിടണമെന്നല്ലേ ഒക്കോ? അതൊന്നും ശരിയല്ലല്ലോ, ആ ഒരു നിലപാടൊന്നും ശരിയല്ല. അപ്പോൾ കുറച്ച് പിന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നത് വലിയ ഒരു ഫ്ലോപ്പായ ഒരു തീരുമാനമാണ്. പിന്നെ പാർട്ടി സെക്രട്ടറി അത് എല്ലാം കണക്ക് തന്നെ. ഗോവിന്ദ മാഷായെങ്കിലും പിന്നെ ഈറ്റിങ്ങ പിന്നെ ജയരാജനായെങ്കിലും എല്ലാവരും ചെയ്തും ഭയങ്കര മോശമായി എന്നുള്ള മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും പിന്നെ നന്നായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ 10 വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നോക്കി പ്രശ്നമൊന്നുമില്ല. ഇല്ലാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നോക്കിയിട്ട് കാര്യങ്ങളൊന്നും നേടാനൊന്നും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ വിഷയത്തിൽ അട്ര ഫ്ലോപ്പായിട്ടാണ് നിങ്ങളെ സംഭവിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തിരുത്താനും പിന്നെ നല്ല കാര്യങ്ങൾ തിരുത്തിയിട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പിന്നെ ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ പിന്നെ തീരുമാനിക്കായിരിക്കും നല്ലതായിരിക്കും. നമുക്കൊക്കെ പാടുണ്ട്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടീനെ കല്ലെറിഞ്ഞിട്ട് ഗ്ലാസും പൊട്ടിയിട്ട് പിന്നെ നെറ്റിന്ന് ചോര ഒലിച്ച് വരുമ്പോൾ ആ മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞാണല്ലോ കേസും കൂട്ടൊന്നും വേണ്ട, നമുക്ക് പ്രശ്നമൊന്നും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അന്നു പിന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകരെ പിന്നെ ഇവർക്ക് കല്ലെറിയലോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊന്നും പിന്നെ നിങ്ങൾക്കും നല്ലതല്ല. പിന്നെ നന്നായിട്ട് പോയെങ്കിൽ എല്ലാവർക്കും നല്ലത്. പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും കാര്യം നടക്കുമെന്നും ആരും കരുതുന്നതും വേണ്ട.